തൃശൂരിന്റെ തീരദേശത്തെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിലായി വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് 1 കോടിയിലധികം രൂപ തട്ടിയ സംഘത്തിലെ 3 പേർ കൂടി കയ്പമംഗലത്ത് വെച്ച് പിടിയിലായി. ശ്രീനാരായണപുരം മാമണ്ടൂർ സ്വദേശി ബഷീർ ബാബു, പറവൂർ ചേന്നമംഗലം സ്വദേശി ഗോപകുമാർ, കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശി രാജേഷ് എന്നിവരാണ് കയ്പമംഗലം പോലീസിന്റെ പിടിയിലായത്. തൃശൂർ എടത്തുരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്കിൽ 18 തവണയായി 315 ഗ്രാം മുക്കുപണ്ടം പണയപ്പെടുത്തി 14 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ എടത്തുരുത്തി കുട്ടമംഗലം സ്വദേശി ബഷീറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് 7ഓളം ധനകാര്യ സ്ഥാപനങ്ങൾ കൂടി ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇപ്പോൾ പിടിയിലായവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. പെരുമ്പാവൂർ, മൂവാറ്റുപുഴ ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന വ്യാജ സ്വർണ്ണാഭരണങ്ങളാണ് ഇവർ കൊണ്ടുവന്ന് പണയപ്പെടുത്തുന്നത്. 1 പവൻ തൂക്കം വരുന്ന വള 12,000 രൂപ കൊടുത്താണ് ഇവർ കൊണ്ടുവരുന്നത്. ഇവിടെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ച് 1 കോടിയിലധികം രൂപ ഇവർ തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു. ഇത്തരത്തിൽ തട്ടിയെടുത്ത പണം ഇവർ ചീട്ടുകളിക്കും മറ്റുമായി ഉപയോഗിച്ചു വരികയായിരുന്നു. വ്യാജ സ്വർണം നിർമ്മിക്കുന്ന സംഘത്തെക്കുറിച്ച് അറിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഇവർക്കായുള്ള അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് പറഞ്ഞു. രാജേഷിന് വിവിധ സ്റ്റേഷനുകളിലായി 13ഓളം കേസുകളുണ്ട്. ബഷീർ ബാബുവിനെതിരെയും സമാന കേസ് നിലവിലുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.